തൻ്റെ ലോ ഗ്രാജുവേഷന് ശേഷം ഒരു കേസ് വാദിക്കാനായി വിദേശത്തേക്ക് പോയ ഈ യുവ അഭിഭാഷകൻ തൻ്റെ ക്ലയൻറ്റുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം ഈ കേസ് ജയിക്കണമെങ്കിൽ കുറച്ച് ഫേക്ക് എവിഡൻസ് ഉണ്ടാക്കണം. പക്ഷെ തനിക്കതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ആ കേസ് വേണ്ടാന്ന് വെച്ച് നാട്ടിലേക്ക് പോകും. നാട്ടിലേക്ക് പോകുന്നതിന് ശേഷം ഒരു ഫാർമസിയിൽ കെമിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത എക്യുപ്മെൻറ്റ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി എന്തുകൊണ്ട് നമുക്കൊരു ഇന്ത്യ നിർമ്മിത സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയിക്കൂടാ. അപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്തിനോട് കുറച്ച് പണം കടം വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റൽസിനും ഡോക്ടേഴ്സിനും ഇംഗ്ലണ്ട് മെയ്ഡ് എക്യുപ്മെൻറ്റ്സ് മതി. അങ്ങനെ ആ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. വീണ്ടും തൻ്റെ ഉറ്റ സുഹൃത്തിനോട് ഇച്ചിരി പൈസ തരാമോ എന്ന് ചോദിച്ചു. ഇത്തവണ ചെയ്യാൻ പോകുന്നത് ഞാൻ വേറൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് ലോക്സിനെ നിർമ്മിത ബിസിനസ്സായിരുന്നു. അത് ഭയങ്കര സക്സസ്ഫുൾ ആയി. അതിനുശേഷം അദ്ദേഹം ഫർണിച്ചർ ബിസിനസ് തുടങ്ങി, ടൈപ്പ് റൈറ്റിംഗ് ബിസിനസ്, അങ്ങനെ നിരവധി ബിസിനസ് തുടങ്ങി സൂപ്പർ ഹിറ്റായി. ഈ സ്ഥാപനത്തിൻ്റെ പേര് ഗോദ്രേജ് ആൻഡ് ബോയ്സ് എന്നാണ്. ഈ സ്ഥാപകൻ്റെ പേര് ആദർശി ഗോദ്രേജ് എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് യു ഹാവ് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനും ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ കണ്ടന്റിനായി ചാനൽ ഫോളോ ചെയ്യുക.